ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ജൂലൈ മാസഫലം ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദത്തിൽപ്പെടുന്നവർ രോഹിണി, അതുപോലെ മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽപ്പെടുന്നവർക്ക് ജൂലൈ മാസം എങ്ങനെയാകും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ജൂലൈ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ജന്മരാശ്യാധിപൻ അഥവാ ലഗ്നരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ജൂലൈ 6 വരെ 2-ലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷം ആ ശുക്രൻ 3-ലേക്ക് രാശി മാറുന്നു. സൂര്യനാണെങ്കിൽ ജൂലൈ 15 വരെ 2-ാം ഭാവരാശിയിലും അതിനുശേഷം ആ സൂര്യൻ 3-ാം ഭാവരാശിയിലേക്കും രാശി മാറുന്നു. ചൊവ്വയാണെങ്കിൽ ജൂലൈ 11 വരെ 12-ാം ഭാവരാശിയിലും അതിനുശേഷം ആ ചൊവ്വ ജന്മരാശിയിലേക്കും രാശി മാറുന്നു. ബുധനാണെങ്കിൽ ജൂലൈ 18 വരെ 3-ാം ഭാവരാശിയിലും അതിനുശേഷം ആ ബുധൻ 4-ാം ഭാവരാശിയിലേക്കും രാശി മാറും. ഗുരു ആണെങ്കിൽ ജന്മരാശിയിൽ സ്ഥിതി തുടരുന്നു. ശനിയാണെങ്കിൽ 10-ൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. രാഹു 11-ലും കേതു 5-ലും സ്ഥിതി തുടരുന്നു. അപ്പോൾ ഈ ഗ്രഹഗോചര സ്ഥിതി അനുസരിച്ച് ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ആരോഗ്യം, തൊഴിൽ, അവരുടെ ബിസിനസ്, വിദ്യാഭ്യാസം, ധനസ്ഥിതി, വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം ജൂലൈ മാസം എങ്ങനെയാകും എന്നുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത്. അതേസമയം ഈ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി, അവർക്കിപ്പോൾ നടക്കുന്ന ദശ, ഇപ്പോൾ നടക്കുന്ന അപകാരം, ഛിദ്രം, ഇവയൊക്കെ ഏത് ഗ്രഹങ്ങളുടേതാണ്, ആ ഗ്രഹങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളാണോ അല്ലയോ, ഇതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ പ്രതികൂലമായിട്ടും അനുകൂലമായിട്ടും മാറ്റങ്ങൾ വരാം എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ടാണ് ഒരേ നക്ഷത്രത്തിലുള്ള വ്യക്തികൾക്കും ഒരേ ലഗ്നത്തിലുള്ള വ്യക്തികൾക്കുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. ഇവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ജന്മരാശ്യാധിപൻ ശുക്രനാണ്. ആ ശുക്രനാണെങ്കിൽ 2ഉം 3ഉം ഭാവരാശികളിലൂടെ സഞ്ചരിക്കുന്ന സമയം അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. അതേസമയം 12-ലെ കുജനും ആ കുജനെ ശനി ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെ ആയതുകൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ ചെറിയ പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ പാദങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ, മസ്കുലറായിട്ടുള്ള പെയിൻ, അശ്രദ്ധ കൊണ്ടുള്ള വീഴ്ച, മുറിവ്, ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 11 വരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ദൂരയാത്രകളിൽ ഒരു കെയർ വേണം. ജൂലൈ 12-ന് ആ കുജൻ ജന്മരാശിയിലേക്ക് വരുന്നു. ജന്മരാശിയിൽ കുജനും അതുപോലെ ഗുരുവുമായിട്ട് യോഗം, ഒരു ഗുരു മംഗള യോഗം ആ ജന്മരാശിയിൽ വരുന്നു. അപ്പോൾ ആ കുജൻ ജന്മരാശിയിൽ വരുമ്പോൾ ചിലർക്ക് ഉഷ്ണസംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ നമ്മൾ ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഈ കുജൻ ജന്മരാശിയിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും മുറിവ് അല്ലെങ്കിൽ പൊള്ളൽ, ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. കുജൻ 4-ലുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 4-ലെ ശനിയുടെയും ദൃഷ്ടി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് വാഹന സംബന്ധമായ കാര്യങ്ങളിൽ, വാഹനം ഡ്രൈവ് ചെയ്യുന്നതിലൊക്കെ ഒരു കെയർ വേണം. അതുപോലെ കുജൻ 7-ലും 8-ലും ഒക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ശനിയും 7-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും തൊഴിൽ സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ 9-ാം ഭാവാധിപനായിട്ടുള്ള ശനി, ആ ശനി കർമ്മഭാവാധിപനും കൂടിയാണ്.
അപ്പോൾ ധർമ്മ കർമ്മ ഭാവാധിപനായിട്ടുള്ള ശനി കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു എങ്കിലും വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ കർമാധിപൻ കർമ്മസ്ഥാനത്ത് വക്രത്തിൽ, യോഗകാരകനായിട്ടുള്ള ശനിയാണ് വക്രത്തിൽ സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തൊഴിലിൽ അല്ലെങ്കിൽ തൊഴിലിടത്ത് ചെറിയ വെല്ലുവിളികൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വർക്കിലൊക്കെ ഇത്തിരി കോൺസെൻട്രേഷൻ കൂട്ടേണ്ടുന്ന സമയമാണ്. വർക്ക് പ്രഷറൊക്കെ ചിലപ്പോൾ ഈ കുറുകാർക്ക് ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. തൊഴിലിടത്ത് നമ്മൾ പ്ലാനിലും തന്ത്രങ്ങളിലും ഒക്കെ തന്നെ മാറ്റം വരുത്തി പോകേണ്ടുന്ന സമയമാണ് എന്നും കൂടെ അറിയുക. അപ്പം ശനി 9ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 9ാം ഭാവാധിപനായിട്ടുള്ള ശനിയും കൂടെ വക്രത്തിൽ വരുന്ന സമയമായതുകൊണ്ട് നമ്മൾ ഈ നല്ല രീതിയിൽ ചിന്തിക്കുകയും അതുപോലെ ധർമ്മചിന്തയിലും ന്യായമായ മാർഗങ്ങളിലും നീതിബോധത്തോടു കൂടിയൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ശനിയുടെയൊക്കെ കടാക്ഷം കിട്ടാൻ സാധ്യതയുണ്ട്. അത് കഴിവതും അന്യായ മാർഗങ്ങളും അനീതിയും തൊഴിലിടത്ത് അവലംബിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലിടത്ത് പ്രശ്നങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പം അന്യായ മാർഗങ്ങളും അനീതിയും ഒക്കെ തന്നെ തൊഴിലിടത്ത് ഒഴിവാക്കി പോകുന്നവർക്ക് തൊഴിലിൽ മേന്മ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ വക്രശനി പൊതുവെ നമുക്ക് ഈ തൊഴിലിടത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ബുധൻ 3-ലുണ്ട്. 6ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 7-ന് 3-ൽ വരുന്നുണ്ട്. അപ്പോൾ സൂര്യനും 16 മുതൽ 3ാം ഭാവരാശിയിലേക്ക് വരുന്നുണ്ട്. ഇപ്പം രവിയും ബുധനും ശുക്രനും ഒക്കെ ഈ പ്രത്യേകിച്ച് ആ ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടി ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്. രവിയുടെ ദൃഷ്ടി ഭാഗ്യസ്ഥാനത്ത് വരുന്നു, ബുധൻ്റെ ദൃഷ്ടി വരുന്നു, ശുക്രൻ്റെ ദൃഷ്ടിയും ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്. അതൊക്കെ പ്രത്യേകിച്ച് ഈ തൊഴിലിടത്ത് പ്രശ്നങ്ങൾ കുറയുന്നതിനും അതുപോലെ ഈ മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഒരു ഗൈഡൻസ് ആ തൊഴിലിടത്ത് കിട്ടുന്നതിനൊക്കെ, അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ ഒരു സഹകരണമൊക്കെ ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവസാനത്തെ 2 വാരം കുറച്ചുകൂടെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി തൊഴിലിടത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുജൻ 11 വരെ 12-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. കർമ്മഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ വക്രത്തിൽ 12-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ്. അപ്പോൾ പൊതുവെ ഈ ശനിയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് 12-ൽ ഒരു നീച ദൃഷ്ടിയാണ്, അതും വക്രത്തിലുള്ള ദൃഷ്ടിയും കൂടെയാണ്. ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിലെ തടസ്സങ്ങളൊക്കെ മാറുന്നതിനും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾക്കുമൊക്കെ സാധ്യതയുള്ള സമയമാണ് എന്നും കൂടെ അറിയുക. അതുപോലെ തന്നെ ശനി ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ പൊതുവെ വക്രശനി വലിയ ദോഷം ചെയ്യില്ല എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപൻ കുജനാണ്. ആ കുജനാണെങ്കിൽ ജൂലൈ 11 വരെ 12ാം ഭാവരാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് വിദേശ വിപണനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം. ഡൊമസ്റ്റിക് ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ച് മാസാരംഭം അത്രത്തോളം വലിയ നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല. കാരണം 7ാം ഭാവാധിപൻ വ്യയസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ്. അതുപോലെ ചെറിയ വെല്ലുവിളികളൊക്കെ ഈ ബിസിനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 12 ആകുമ്പോൾ, ജൂലൈ 12 ആകുമ്പോൾ ആ 7ാം ഭാവാധിപനായിട്ടുള്ള കുജൻ ജന്മരാശിയിലേക്ക് രാശി മാറുന്നു. അവിടെ ഗുരുവുമായിട്ടൊക്കെ യോഗം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഗുരുവും കുജനുമായിട്ടുള്ള ഗുരു മംഗള യോഗമൊക്കെ വരുന്നതും ആ 7-ലേക്ക് ആ ഗുരുവും അതുപോലെ കുജനുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നതുമൊക്കെ തദ്ദേശീയരായിട്ടുള്ള ബിസിനസ്സുകാർക്ക് ജൂലൈ 12 മുതൽ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി കാണുന്നുണ്ട്. അവർക്ക് വരുമാനം കൂടുന്നതിനും അതുപോലെ ലാഭവർദ്ധനവിനുമൊക്കെ സാധ്യതയുണ്ട്. മാത്രമല്ല ഗുരു 9-ലുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ 9-ൽ രവിയുടെ ദൃഷ്ടിയുണ്ട്, ബുധൻ്റെ ദൃഷ്ടിയുണ്ട്, ശുക്രൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ആ ഭാഗ്യസ്ഥാനത്ത് 3 ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടി വരുന്ന സമയവും കൂടെയാണ് എന്നുള്ളതിനാൽ ബിസിനസ്സിലൊക്കെ പ്ലാനും തന്ത്രങ്ങളും ഒക്കെ മാറ്റി ദീർഘകാല ലക്ഷ്യങ്ങൾക്കായിട്ട് ശ്രമം നടത്തുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ജൂലൈ 18 വരെ 3-ലാണ്.
അതുപോലെ 2ഉം 5ഉം ഭാവാധിപനായിട്ടുള്ള ബുധനാണ്. 19 മുതൽ ആ ബുധൻ 4ലേക്ക് കേന്ദ്രസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. പൊതുവെ വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രസീവ് ആവുന്ന സമയമാണ്. 5ൽ കേതു സ്ഥിതി ചെയ്യുന്നു എങ്കിലും ആ 5ആം ഭാവരാശിയിൽ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട്. അതുപോലെ നമ്മൾ പൊതുവെ ഈ ഡിഗ്രി തലത്തിലും PG തലത്തിലുമൊക്കെ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 9ആം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ചെറിയ വെല്ലുവിളികൾ അല്ലെങ്കിൽ അല്പം പഠനത്തിലൊക്കെ ഡൈവേർഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിലും ആദ്യവാരമൊക്കെ കഴിയുമ്പോൾ ആ ഗുരുവിൻ്റെയും അതുപോലെ സൂര്യൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി ആ 9ആം ഭാവരാശിയിൽ വരുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആദ്യവാരത്തിലുണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങൾ, ആലസ്യം അല്ലെങ്കിൽ ഡൈവേർഷൻ അവയൊക്കെ മാറുകയും ആ പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം. അതുപോലെ നമ്മൾ ആഗ്രഹിച്ച കോഴ്സുകളിലൊക്കെ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിച്ച കോഴ്സുകളിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിനൊക്കെ തന്നെ ആ രവിയുടെയും ബുധൻ്റെയും ശുക്രൻ്റെയും ഗുരുവിൻ്റെയൊക്കെ 9ലെ ദൃഷ്ടി സഹായകമാകും. അതുപോലെ കഴിവതും പഠന സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ മുതിർന്നവരുടെയോ സീനിയർ അധ്യാപകരുടെയൊക്കെ ഗൈഡൻസ് ഈ സമയത്ത് സ്വീകരിക്കുന്നത് നല്ലതാണ്. വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ആദ്യ 2 വാരം കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2ആം ഭാവാധിപനായിട്ടുള്ള ബുധൻ 3ഉം 4ഉം ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു. 11ആം ഭാവാധിപനും ധനകാരകനുമായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ്. ഗുരു ധനകാരകനുമാണ്. അതുകൊണ്ട് സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. രാഹുവിൻ്റെ 11ലെ സ്ഥിതിയും ധനാഗമം കൂട്ടും. അതുപോലെ ജൂലൈ 11 വരെ കുജൻ 12ലാണ്. ശനിയുടെ ദൃഷ്ടിയും 12ലുണ്ട്. അപ്പം മാസ ആരംഭത്തിൽ ചെലവ് കൂടുന്ന സംഭവവാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കഴിവതും അനാവശ്യ ചെലവ് കട്ടയിൽ ചെയ്തു പോകുന്നവർക്ക് സാമ്പത്തിക സ്ഥിതി പൊതുവെ അനുകൂലമായിരിക്കും എന്ന് തന്നെ പറയാം. ഗുരു 5ലും 7ലും 9ആം ഭാവരാശികളിലുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ ഗുരു മംഗളയോഗമൊക്കെ വരുന്നുണ്ട്. പൊതുവെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. വിദേശ ബന്ധം വഴിയൊക്കെ ധനാഗമത്തിനും സാധ്യത കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ 7ആം ഭാവാധിപനായിട്ടുള്ള കുജൻ ജൂലൈ 11 വരെ 12ലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുരുവാണെങ്കിൽ ഗുരുദൃഷ്ടിയൊക്കെ 7ലുള്ള സമയമാണ്. അതുകൊണ്ട് വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകും. ജൂലൈ 12 മുതൽ വിവാഹ ആലോചന ശക്തിപ്പെടുന്നതിനും വിവാഹ നിശ്ചയത്തിനുമൊക്കെ സാധ്യതയുള്ള സമയമാണ്. ഗുരുമംഗളയോഗം, ആ 7ആം ഭാവാധിപൻ ജന്മരാശിയിൽ ഗുരുവുമായിട്ട് യോഗം ചെയ്ത് വരുന്ന സമയം കൂടെയൊക്കെയാണ്. അതുകൊണ്ട് വിവാഹ ആലോചനകൾക്ക് പ്രത്യേകിച്ച് അവസാനത്തെ 2 വാരം വളരെ അനുകൂല സമയമായിരിക്കും. അതേസമയം വിവാഹത്തിനും മംഗളകർമ്മങ്ങൾക്കുമൊക്കെ പൊതുവെ 12 മുതൽ അനുകൂല സമയമായിരിക്കും. കമിതാക്കൾക്ക് 5ൽ കേതുണ്ട്. ഒരു ചെറിയ സംതൃപ്തിക്കുറവൊക്കെ ഇവിടെ ഉണ്ടാകാം. എങ്കിലും 5ആം ഭാവാധിപനായിട്ടുള്ള ബുധൻ 19 മുതൽ സുഖസ്ഥാനത്ത് വരുന്നുണ്ട്. 5ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ ചിലപ്പോൾ പിതാക്കളുടെ ഭാഗത്തൊക്കെ ഉണ്ടാകാം. ഒരു സംതൃപ്തിക്കുറവൊക്കെ ഉണ്ടാകാം. പക്ഷെ അതൊക്കെ ക്രമേണ മാറും. പ്രണയബന്ധമൊക്കെ സ്മൂത്താകും. ഇനി ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ ആദ്യത്തെ 2 വാരം ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൂരയാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നു. ഷോപ്പിങ്ങിനൊക്കെ സാധ്യത കാണുന്നു. അതുവഴിയൊക്കെ ചിലവ് കൂടുന്നതിനുള്ള ഒരു സാഹചര്യമൊക്കെ അവരുടെ ഭാഗത്തുണ്ടാകും. ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ആദ്യത്തെ 2 വാരമൊക്കെ ഉണ്ടായെന്ന് വരാം. കാരണം 7ൽ ശനിയുടെ ദൃഷ്ടിയുണ്ട്. 7ആം ഭാവാധിപനായിട്ടുള്ള കുജനാണെങ്കിൽ ആദ്യ 11 വരെ ജൂലൈ 11 വരെ 12ലാണ് സ്ഥിതി ചെയ്യുന്നത്. 12 മുതൽ 7ആം ഭാവാധിപൻ ജന്മരാശിയിലേക്ക് വരുന്നു.
അപ്പോൾ അത് കുജനും ആ ഗുരുവൊക്കെ തന്നെ ജന്മരാശിയിൽ നിന്നുകൊണ്ട് 7ലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു. അപ്പോൾ കുജൻ 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നെങ്കിൽ അത് ദോഷമല്ല. 7ാം ഭാവാധിപൻ കുജനാണ്. ആ 7ലേക്കുള്ള ദൃഷ്ടി ദോഷം ചെയ്യില്ല. അപ്പോൾ എങ്കിൽ തന്നെയും ശനിയുടെയൊക്കെ ദൃഷ്ടിയുണ്ട് എന്നുള്ളത് കൊണ്ട് പൊതുവേ നമ്മൾ അങ്ങനെ ഉള്ളൊരു സമയമായതുകൊണ്ട് ദമ്പതിമാർ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ വിട്ടുവീഴ്ചകളും സംയമനമൊക്കെ അവരുടെ ഭാഗത്ത് ഉണ്ടാകണം. ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ ആദ്യത്തെ 2 വാരം 4ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 2ലാണ്. അതുപോലെ 6 വരെ 6ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും 2ലാണ്. ആദ്യ വാരം ഒക്കെ തന്നെ കുടുംബത്തിൽ നമ്മൾ സംസാരത്തിലൊക്കെ ഒരു കെയർ വേണം. കഴിവതും പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ശുക്രൻ 6ാം ഭാവാധിപനും കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ ശുക്രനും രവിയുമായിട്ടുള്ളൊരു ബന്ധം ആ 2ൽ വരുമ്പോൾ ചെറിയ നമ്മൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ ചിലപ്പോൾ കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 7ാം തീയതിയൊക്കെ ആകുമ്പോൾ, ജൂലൈ 7 ആകുമ്പോൾ ആ ശുക്രൻ 3ലേക്ക് രാശി മാറുന്നു. ശുക്രനും ബുധനുമായിട്ട് 2ാം ഭാവാധിപനായിട്ടൊരു യോഗം വരുന്നു 3ൽ. 4ലൊക്കെ ശനിയുടെ ദൃഷ്ടി ഉണ്ട്. അത് വക്രശനിയാണ്. അതുകൊണ്ട് അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അതുപോലെ 19 മുതൽ ബുധൻ 4ലേക്ക് വരുന്നു. അപ്പോൾ 5ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 4ലേക്ക് വരുന്നു. ഒരു ത്രികോണാധിപതി കേന്ദ്രസ്ഥാനത്ത് വരുന്നു. കുടുംബജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അയവുണ്ടാകും. പ്രത്യേകിച്ച് അവസാനത്തെ 2 വാരമൊക്കെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ കുറയുകയും പൊതുവെ കുടുംബ ജീവിതം സന്തോഷകരമാകുന്നതിനും സമാധാനപരമാകുന്നതിനുമൊക്കെയുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ജൂലൈ 1, 14, 15, 16, 19, 20, 28, 29 ഈ തീയതികൾ ഈ കൂറുകാർക്ക് അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല ജൂലൈ മാസത്തിൽ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. അതുപോലെ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അവ ഒഴിവാക്കണം. അതുപോലെ സുപ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത്തരം തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും പൊതുഫലമാണ്. അതേസമയം ഇടവക്കൂറിലെ നക്ഷത്രക്കാർക്കും ഇടവലഗ്നക്കാർക്കും അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ്, അവർക്കിപ്പോൾ നടക്കുന്ന ദേശ അപകാരം ഛിദ്രം ഇവയൊക്കെ എങ്ങനെയാണ് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതേസമയം ഇടവക്കൂറിലെ നക്ഷത്രക്കാർക്കും ഇടവലഗ്നക്കാർക്കും ഉള്ളൊരു ഫലം ഞാനിവിടെ പറയുമ്പോൾ, ഇടവക്കൂറിലെ നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ ഇടവലഗ്നം വരാറുള്ളൂ. മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരും. ഇപ്പോൾ ഇടവക്കൂറും ലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് പൊതുഫലത്തിൽ വലിയ വ്യതിയാനമൊന്നും വരില്ല. അതേസമയം ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ട് വരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ ഫലത്തോടൊപ്പം കേൾക്കുക. അത് ജൂലൈ മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടുന്നതിന് സഹായകമാകും. മാത്രമല്ല ലഗ്നഫലത്തിന് കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.